ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി ജി ടോപ്പിക്. ഇന്ന് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വലിയ ടോപ്പിക്കില്ല, സാധാരണ ഒരു സ്പോർട്സിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ പിറന്ന ഒരു സ്പോർട്സാണ് സ്നൂക്കർ എന്നാണ് ആ സ്പോർട്സിൻ്റെ പേര്. അപ്പോൾ സ്നൂക്കർ എന്ന് വെച്ചാൽ പലർക്കും അറിയില്ല എന്താണെന്ന്, അത് ഞാൻ പറയാം. അതായത് നമ്മൾ ഫോണിലെല്ലാം കണ്ടിട്ടുണ്ട്, അല്ലാതെ പുറത്തെല്ലാം നമ്മൾ സിനിമകളെല്ലാം കണ്ടിട്ടില്ലേ, 8 ബോൾ പൂൾ പറഞ്ഞൊരു ഗെയിം കളിക്കുന്നത്, 8 ബോൾ പൂൾ. അതാണ് ഈ സ്നൂക്കർ. സ്നൂക്കർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പട്ടാളത്തിൽ പുതുതായി ചേരുന്ന ഉദ്യോഗസ്ഥരെയും അനുഭവ സമ്പത്ത് കുറഞ്ഞ പട്ടാളക്കാരെയും വിളിക്കുന്ന ഒരു പേരാണ് സ്നൂക്കർ എന്ന് പറയുന്നത്. ആ പേര് വിളിച്ചത് ഒരു ഇന്ത്യൻ ആർമിയിൽ ഒരു ഉദ്യോഗസ്ഥനായ സർ നെവിൻ ഫ്രാൻസിസ് ചേംബർലൈൻ എന്നൊരു വ്യക്തിയാണ് ഈ പേര് ഉണ്ടാക്കിയത്, സ്നൂക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്നൂക്കർ, അതുപോലെ തന്നെ ബില്ലിയർഡ്സ്, പൂൾ, ഇത് മൂന്നും ക്യൂ സ്പോർട്സിൻ്റെ ഭാഗമാണ്. ക്യൂ സ്പോർട്സ്. ഓക്കെ. അപ്പോൾ ഈ സ്പോർട്സിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ സ്പോർട്സിൽ ഉണ്ടാകുന്നത് 22 ബോൾസ് ആയിരിക്കും ഈ സ്പോർട്സിൽ ഉണ്ടാവുക. 22 ബോൾസ്, അതിൽ ഒരു വൈറ്റ് ബോൾ ഉണ്ടാവും. ആ വൈറ്റ് ബോളാണ് നമ്മുടെ സ്ട്രൈക്കർ ബോൾ എന്ന് പറയുക. അത് സ്ട്രൈക്കർ ബോളാണ്, വൈറ്റ് സ്ട്രൈക്ക് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ക്യൂ സ്ട്രൈക്ക് എന്ന് പറയും. ഓക്കെ. അപ്പോൾ വൈറ്റ് സ്ട്രൈക്ക് ഒരു ബോളായി 15 റെഡ് ബോൾസ് ഉണ്ടാവും. പിന്നെ ബാക്കി കളറുകൾ എന്ന് പറയുന്നത് യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ, പിങ്ക് ആൻഡ് ബ്ലാക്ക്. ഇത് കളർ ബോൾസ് ആണെന്ന് പറയും. ഓക്കെ. അപ്പോൾ ആ സ്ക്വയറിൻ്റെ 12 അടി നീളവും 6 അടി വീതിയുമായിരിക്കും ആ സ്ക്വയറിൻ്റെ. രാജ്യാന്തര മത്സരങ്ങൾക്കായിട്ട് 12 അടി നീളവും 6 അടി വീതിയും. സാധാരണ മത്സരങ്ങളാണെങ്കിൽ 9 അടി നീളവും 5 അടി വീതിയുമുള്ള വലകയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് 1927 ഓക്കെ. അതിൻ്റെ വിന്നർ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരനായ ജോ ഡേവിഡ് ആയിരുന്നു. 1934 വുമൺസിനും ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഇന്ത്യയിലോട്ട് വരാം. ഇന്ത്യയിൽ നമുക്കറിയുന്ന ഒരു പങ്കജ് അദ്വാനി എന്നൊരു സ്പോർട്സുകാരനുണ്ട്. ഓക്കെ. പ്രിൻസ് ഓഫ് സ്നൂക്കർ എന്നറിയപ്പെടുന്നതാണ് അയാൾ. പ്രിൻസ് ഓഫ് സ്നൂക്കർ പങ്കജ് അദ്വാനി. അദ്ദേഹം 2006 അദ്ദേഹത്തിന് ഖേൽരത്ന പുരസ്കാരം, ഓക്കെ, ദ പ്രിൻസ് ഓഫ് പൂനെ എന്നറിയപ്പെടുന്നതും ഇയാൾ തന്നെയാണ്. പേരെന്താണ്? പങ്കജ് അഡ്വാനി എന്നാണ് പേര്. പങ്കജ് അഡ്വാനി. ദ പ്രിൻസ് ഓഫ് പൂനെ എന്ന് പറയുന്നതും അതുപോലെ തന്നെ പ്രിൻസ് ഓഫ് സ്നൂക്കർ എന്ന് പറയുന്നതും ഇദ്ദേഹത്തെയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ചാമ്പ്യൻ എന്ന് പറയുന്നത് വിൽസൺ ലയണൽ ആയിരുന്നു. ഓക്കെ. 1958-64 വിൽസൺ ലയണൽ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഫസ്റ്റ് ചാമ്പ്യൻ. ഇനി അതിൽ നമ്മൾ അടുത്ത ഇതിൽ സ്നൂക്കർ അല്ലാതെ ഒരു സ്പോർട്സ് കൂടി ഉണ്ടല്ലോ, ബില്ലിയർഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പിൽ നേടിയത് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ഗീത് സേതി പറഞ്ഞ ഒരാൾക്കായിരുന്നു. 1992 ഓക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൻ്റെ പേരാണ് സക്സസ് വേഴ്സസ് ജോയ് എന്നാണ് ബുക്കിൻ്റെ പേര്. എന്നാണ്? ഗീത് സേതി. അപ്പോൾ നമ്മുടെ വീഡിയോ വലിയ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അധികം ഡിസ്കഷൻ ഒന്നുമില്ല. അതിൽ ജസ്റ്റ് ഒരു ഗെയിം എന്താണെന്ന് പറഞ്ഞു, അതിലെന്തൊക്കെയാണ്, അതിൻ്റെ ഉറവിടം എങ്ങനെയാണ്, അതിലെങ്ങനെ ആ പേര് വന്നു, ആൻഡ് ദെൻ ലാസ്റ്റ് അത് ആർക്കൊക്കെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് അതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. സോ താങ്ക് യു.